ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നൊരു 1 ഇയർ ബേബി ഫ്രോക്കിൻ്റെ കട്ടിംഗ് ആണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ കട്ടിംഗ് വീഡിയോ മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇൻഷാല്ലാ. ആദ്യം തന്നെ നമ്മൾ മെറ്റീരിയൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീതിക്കാണ് കേട്ടോ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഒരു 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നീളത്തിൽ താഴോട്ടൊരു 17 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 28 ഇഞ്ച് വിഡ്ത്തിലും 17 ഇഞ്ച് ലെങ്ത്തിലുള്ള 2 പീസാണ് കേട്ടോ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. മെറ്റീരിയൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ വിഡ്ത്തിൻ്റെ പകുതിയാണ് കേട്ടോ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 28 ഇഞ്ചിൻ്റെ പകുതി 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴോട്ട് 17 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു പീസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അടുത്ത പീസ്. ഇതിൻ്റെ കാര്യം പറയാനുള്ളത്, നമ്മൾ കത്രിക മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചില വീഡിയോസിലൊക്കെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കത്രിക മാറ്റണമല്ലോ എന്നുള്ളത്. എനിക്ക് ആ ഒരു കത്രിക കംഫർട്ട് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനത് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് മുറിച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് വലിയ കത്രിക പറ്റൂല, എൻ്റെ കൈക്ക് ഭയങ്കര പെയിനായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഒഴിവാക്കാതിരുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപാട് ആൾക്കാർ എന്നോട് നേരിട്ട് പറഞ്ഞവരും ഉണ്ട് കേട്ടോ. വീഡിയോ കാണുന്ന തന്നെ അറിയുന്ന ആൾക്കാർ നേരിട്ട് പറഞ്ഞവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കത്രിക മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആ ഒരു പീസ് വെച്ചിട്ട് സെയിം അളവിലാണ് കേട്ടോ നമ്മൾ അടുത്ത പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന സ്ട്രാപ്പിന് വേണ്ടിയിട്ടുള്ള 2 പീസ് കട്ട് ചെയ്തെടുക്കണം. സ്ട്രാപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് സ്ട്രാപ്പിൻ്റെ കൂടെ തന്നെ ഫ്രില്ല് വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ ആ ഫ്രില്ല് കൊടുക്കാനുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. 16 ഇഞ്ച് ലെങ്ത്തും 6 ഇഞ്ച് വിഡ്ത്തുള്ള 2 പീസാണ് കേട്ടോ നമുക്ക് ഫ്രില്ല് കൊടുക്കാനായിട്ട് വേണ്ടത്. ആദ്യം തന്നെ മെറ്റീരിയൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ താഴോട്ട് ലെങ്ത്ത് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു പീസ് വെച്ചിട്ടാണ് കേട്ടോ അടുത്ത പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതല്ലാതെ 2 പീസ് ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റും. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. അങ്ങനെ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രാപ്പ് കൊടുക്കാനുള്ള 2 പീസ് കട്ട് ചെയ്തെടുക്കണം. 8 ഇഞ്ച് ലെങ്ത്തിലും 4 ഇഞ്ച് വിഡ്ത്തിലുമാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനത്തെ 2 പീസാണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ മെറ്റീരിയൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴോട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് തന്നെ നമുക്ക് അടുത്ത പീസും കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്. നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബിഗിനറായിട്ടുള്ളവർക്ക് വരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രോക്കാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കണം. 10.5 ഇഞ്ച് ലെങ്ത്തുള്ള 2 പീസ് എലാസ്റ്റിക്കാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. 1 ഇഞ്ച് വിഡ്ത്ത് വരുന്ന എലാസ്റ്റിക്കാണ് കേട്ടോ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. 10.5 ഇഞ്ച് ലെങ്ത്ത് വരുന്ന 2 പീസ് എലാസ്റ്റിക് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനി മുമ്പോട്ട് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണേ.